സൗദി അറേബ്യയിലെ അൽഗസ്തീനിൽ ഹോട്ടൽ ജോലി ചെയ്തു വന്നവരിൽ 6 പേരാണ് താമസവും ഭക്ഷണവുമില്ലാതെ കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ 5 പേർ മലയാളികളും ഒരാൾ പാകിസ്ഥാനിയുമാണ്. പാലക്കാട് സ്വദേശിയായ ശിവദാസൻ, കൊല്ലം സ്വദേശികളായ ബഷീർ, നിസാം, മലപ്പുറം സ്വദേശി മുസ്തഫ, പെരുമ്പാവൂർ സ്വദേശി സുജി എന്നിവരാണ് ദുരിത ജീവിതം തള്ളി നീക്കുന്നത്. മറ്റ് പ്രവാസി മലയാളികളെ ആശ്രയിച്ചാണ് ഇപ്പോൾ 5 പേരുടെയും ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. എംബസി ഏജന്റിനോട് പരാതി പറഞ്ഞിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ഇവർ പറഞ്ഞു. ഞങ്ങൾ 5 പേരാണ്. 5 പേരില് 2 പേര് കൊല്ലത്തെയാണ്. ഒരാൾ ബഷീർ, പിന്നെ ഒരാൾ മലപ്പുറം. 2 പേര് കൊല്ലത്തിലുള്ളതിൽ ഒരു ബഷീറും പിന്നെ നിസാമാണ്. അങ്ങനെ 6 പേരാണ് ഇപ്പോൾ പുറത്തുള്ളൂ ഞങ്ങൾ താമസിച്ചുകൊണ്ട് വിഷമിച്ചിട്ടിരിക്കുന്നത്. ഈ 6 പേരിൻ്റെ അഡ്രസ്സ് ഞങ്ങൾ അയച്ചു തരാം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരിക. മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ 6 പേരും സന്നദ്ധരാണ്. എന്നാൽ ഇഖാമ പുതുക്കാത്തതിനാൽ ഫൈനൽ എക്സിറ്റ് വിസ നേടാൻ കഴിയില്ല. വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ എംബസിയും ഇടപെട്ട് കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പാസ്പോർട്ടെല്ലാം അറബി പൊളിച്ചു വെച്ചിരിക്കുകയാണ്. അത് അവർക്ക് തിരിച്ചു വേണം പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നുമില്ല. ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് അയക്കണമില്ല. ഇത് സർക്കാർ ഇടപെട്ടിട്ട് എന്തെങ്കിലും അഭ്യർത്ഥന ശക്തമായി സർക്കാർ ഇടപെട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. റിപ്പോർട്ടർ, പാലക്കാട്.